കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ 5 മരണം. KSRTC ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, വളരെ ദുഃഖകരമായ വാർത്തയാണ്. എന്താണ് അപകടം സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? ആയൂരിന് സമീപം അഗമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടം നടന്നത്. അല്പസമയം മുമ്പായിരുന്നു അപകടം. കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസും തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയ്ക്ക് പോവുകയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിൽ 6 പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 5 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 20 മിനിറ്റ് മുമ്പാണ് ഈ അപകടം നടന്നത്. ഈ സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പത്തനംതിട്ട സ്വദേശികളാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. പോലീസ് ആ രീതിയിലുള്ളൊരു വിവരമാണ് നമുക്ക് നൽകുന്നത്. ഇത് പ്രാഥമികമായ ഒരു വിവരം മാത്രമാണ്. ആരൊക്കെയാണ് മരിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടുമില്ല. അല്പസമയം മുമ്പാണ് അപകടം നടന്നത്. സംസ്ഥാന പാതയിൽ MC റോഡിൽ ആയൂരിന് സമീപം അഗമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടം നടന്നത്. KSRTC ബസും കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇതിന്റെ അപകടത്തിന്റെ കാരണം എന്ത് എന്നത് ഏതെങ്കിലും രീതിയിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല. കാരണം അപകട സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാട്ടുകാരും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചടയമംഗലം പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. 5 പേർ മരിച്ചു എന്നാണ്, സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊല്ലം ആയൂരിലാണ് അപകടം ഉണ്ടായത്. KSRTC ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. 5 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്ന വിവരങ്ങൾ വരുന്നു. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 6 പേർ കാറിലുണ്ടായിരുന്നു എന്നാണ് വിവരം. ശ്യാം ദേവരാജ് തുടരുന്നുണ്ട്. ശ്യാം, എങ്ങനെ അപകടമുണ്ടായി, ആരാണ് ഈ അപകടത്തിൽ മരിച്ചവർ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? അത്തരം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ പ്രാഥമികമായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇവർ പത്തനംതിട്ട സ്വദേശികളാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. പോലീസ് നമുക്ക് ആ രീതിയിലുള്ള സൂചനയാണ് നൽകുന്നത്. അരമണിക്കൂറോളം മുമ്പാണ് അപകടം നടന്നത്. ആയൂരിന് സമീപം അഗമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. സംഭവത്തിൽ മരിച്ചവർ പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശികളാണ് എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് പോയി മടങ്ങിയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ കാറിനുള്ളിൽ 6 പേരുണ്ടായിരുന്നു. 6 പേരിൽ 5 പേരും മരിച്ചു. ഇതിൽ മരിച്ചു എന്നാണ് നമുക്ക് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഉടൻ തന്നെ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയുമായിരുന്നു. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാർ തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയ്ക്ക് വരികയുമായിരുന്നു, പത്തനംതിട്ടയ്ക്ക് പോവുകയുമായിരുന്നു. ഈ അപകടത്തിൽപ്പെട്ടവർ ഒരേ കുടുംബത്തിലുള്ള ആളുകളാണ് എന്നാണ് കരുതുന്നത്. പ്രാഥമികമായ ഒരു നിഗമനവും ആ രീതിയിലാണ്. KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അരമണിക്കൂർ മുമ്പാണ്, അല്പസമയം മുമ്പാണ് ഇത്തരമൊരു അപകടം നടന്നത്. ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഒപ്പം നാട്ടുകാരും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ട്രെയിൻ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത്. അല്പസമയം മുമ്പാണ് ഈ അപകടം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ടവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി, ഈ പുറത്തെടുക്കാനായവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും നമുക്ക് വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സംഭവ സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. MC റോഡിൽ സംസ്ഥാന പാതയിൽ ആയൂരിന് സമീപം അഗമൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകുന്നത്. കൊല്ലം ആയൂരിലാണ് അപകടം. 5 പേർ മരിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. KSRTC ബസും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അല്പം മുമ്പാണ് അപകടമുണ്ടായത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. 6 പേർ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നതാണ് വിവരം. ഇവർ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പത്തനംതിട്ട സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഒരേ കുടുംബത്തിലുള്ള ആളുകളാണ് എന്നും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്.
ശ്യാം ദേവരാജ് തുടരുന്നുണ്ട്. ശ്യാം, കൊല്ലം ആയൂരിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. 5 പേർ അപകടത്തിൽ മരിച്ചു എന്ന വിവരം വരുന്നു. 6 പേർ കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാറും KSRTC ബസും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്.